റിഫ്രാക്ഷൻ നടക്കണം എന്നുണ്ടെങ്കിൽ രണ്ട് മീഡിയം വേണമെന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ ഒരു മീഡിയത്തെ നമ്മൾ റയറർ മീഡിയം എന്നും ഒരു മീഡിയം എപ്പോഴും ഡെൻസർ മീഡിയം ആയിരിക്കും. എന്തായാലും ഒരെണ്ണം റയറർ മീഡിയം ഒരെണ്ണം ഡെൻസർ മീഡിയം ആയിരിക്കും. റയറർ മീഡിയത്തിൽ ലൈറ്റിൻ്റെ സ്പീഡ് കൂടുതലായിരിക്കും. ഡെൻസർ മീഡിയം ഡെൻസിറ്റി കൂടുന്നതിനനുസരിച്ച് ലൈറ്റിൻ്റെ സ്പീഡ് കുറയും. അപ്പോൾ അതൊന്ന് ഓർത്ത് വയ്ക്കാം. നമ്മൾ ഇനി പറയുമ്പോൾ റയറർ മീഡിയം ഡെൻസർ മീഡിയം എന്ന് പറയും. റയറർ മീഡിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈറ്റിൻ്റെ സ്പീഡ് കൂടുതലുള്ള മീഡിയത്തിനാണ് റയറർ മീഡിയം എന്ന് പറയുക. അല്ലെങ്കിൽ ഡെൻസർ മീഡിയത്തിലാണെന്നുണ്ടെങ്കിൽ ലൈറ്റിന് ഡെൻസിറ്റി കൂടുന്നു, ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കൂടുന്നതിനനുസരിച്ച് എന്ത് സംഭവിക്കും? ലൈറ്റിൻ്റെ സ്പീഡ് ഡിക്രീസ് ചെയ്യും. ഓക്കെ, അപ്പോൾ നമ്മൾ കൺസിഡർ ചെയ്യാണ്, ഇതൊരു സർഫസ് എടുത്തു. രണ്ട് മീഡിയത്തെ സെപ്പറേറ്റ് ചെയ്യുന്ന സർഫസാണ് ഈ വരച്ചിരിക്കുന്നത്. അതിൽ ഒരെണ്ണം റയറർ മീഡിയം, ഫസ്റ്റ് മീഡിയം എന്ന് പറയുന്നത് റയറർ മീഡിയം ആയിട്ടും സെക്കൻഡ് മീഡിയം ഡെൻസർ മീഡിയം ആയിട്ടും ഞാൻ എടുത്തു. ഇത് ഫസ്റ്റ് മീഡിയം. ഇതിൽ നിന്നാണ്, ഈ റയറർ മീഡിയത്തിൽ നിന്നാണ് ലൈറ്റ് വരുന്നത്. എവിടേക്കാണ് അത് കടന്നു പോകുന്നത്? ഡെൻസർ മീഡിയത്തിലേക്കാണ് അത് കടന്നു പോകുന്നത്. അപ്പോൾ ഒബ്ലിക്കായിട്ട് ചെരിഞ്ഞ് ഒരു റേ വന്ന് ഈ സർഫസിൽ ടച്ച് ചെയ്തു. അതിനെയാണ് നമ്മൾ ഇൻസിഡൻറ്റ് റേ എന്ന് പറയുന്നത്. അപ്പോൾ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ട്രാൻസ്പെറൻ്റ് ആയതുകൊണ്ട് അത് എങ്ങോട്ട് കടന്നു പോകും? ആ സെക്കൻഡ് മീഡിയത്തിലേക്ക് അത് ട്രാവൽ ചെയ്യും. ആ സെക്കൻഡ് മീഡിയം എന്ന് പറയുന്നത് ഡെൻസർ മീഡിയമാണ്. ഡെൻസർ മീഡിയത്തിൽ ലൈറ്റിൻ്റെ സ്പീഡ് എന്തായിരിക്കും? സ്പീഡ് കുറവായിരിക്കും. അപ്പോൾ അതിൻ്റെ പാത്തിൽ നേരെ പോകേണ്ട ആ ലൈറ്റ് റേ കുറച്ചൊന്ന് ബെൻഡ് ചെയ്തിട്ടാണ് ഈ വരച്ചിരിക്കുന്നത്. ഈ ബെൻഡ് ചെയ്ത് പോകുന്ന ആ റേയാണ് നമ്മൾ റിഫ്രാക്റ്റഡ് റേ എന്ന് പറയുന്നത്. നമ്മൾ റിഫ്ലക്ഷനിൽ വരച്ച പോലെ തന്നെ ഈ സർഫസിന്, സെപ്പറേറ്റ് ചെയ്യുന്ന സർഫസിന് കറക്റ്റ് പെർപെൻഡിക്കുലർ ആയിട്ട് ഒരു ലൈൻ വരച്ചു. അതിനെയാണ് നമ്മൾ നോർമൽ എന്ന് പറയുന്നത്. ഈ നോർമലും ഇൻസിഡൻറ്റ് റേയും തമ്മിലുണ്ടാക്കുന്ന ആംഗിളിന് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എന്ന് പറഞ്ഞു. അതിനെ ഡിനോട്ട് ചെയ്യുന്നത് ഐ എന്ന് പറയുന്ന ലെറ്റർ കൊണ്ടാണ്. അതുപോലെ ഈ നോർമലും റിഫ്രാക്റ്റഡ് റേയും തമ്മിലുണ്ടാക്കുന്ന ആംഗിളിന് ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ എന്ന് പറയുന്നു. 6 കൊണ്ടാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. തെറ്റിപ്പോകരുത്. ആംഗിൾ ഓഫ് റിഫ്ലക്ഷനും നമ്മൾ 6 കൊടുക്കുന്നത്, ആംഗിൾ ഓഫ് റിഫ്രാക്ഷനും 6 കൊടുക്കുന്നത്. അപ്പോൾ പ്രത്യേകം എഴുതണം സൈഡിൽ ആംഗിൾ 6 എന്ന് പറയുന്നത് ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ ആണെന്ന് എഴുതണം. അപ്പോൾ ഇവിടെ എന്താ പറയുന്നത്? രണ്ട് മീഡിയം എടുത്തു. ഒന്ന് റയറർ മീഡിയം, ഒന്ന് ഡെൻസർ മീഡിയം. റയറർ മീഡിയത്തിൽ നിന്ന് ലൈറ്റ് റേ ചെരിഞ്ഞ് ഒന്ന് എവിടേക്ക് കടന്നുപോയി? ഡെൻസർ മീഡിയത്തിലേക്ക് കടന്നുപോയി. അപ്പോൾ അങ്ങനെ കടന്നു പോകുമ്പോൾ ഒരു മീഡിയത്തിൽ നിന്ന് വേറൊരു മീഡിയത്തിലേക്ക് ലൈറ്റ് ട്രാവൽ ചെയ്യുമ്പോൾ അവിടെ എന്ത് സംഭവിക്കുമെന്ന് നമ്മൾ പറഞ്ഞത്? ആ ലൈറ്റിൻ്റെ പാത്തിനൊരു ചെറിയ ഡീവിയേഷൻ ഉണ്ടാവും, അല്ലെങ്കിൽ ലൈറ്റ് റേ ബെൻഡ് ചെയ്യും. അങ്ങനെ ബെൻഡ് ചെയ്യുന്നതാണ് ഈ കാണിച്ചിരിക്കുന്നത്. നേരെ പോകേണ്ട ആ ലൈറ്റ് റേ കുറച്ചൊന്ന് ബെൻഡ് ചെയ്തു. ആ നോർമലിൻ്റെ അടുത്തേക്കാണ് ഞാൻ ബെൻഡിങ് കാണിച്ചിരിക്കുന്നത്, അതൊന്ന് ശ്രദ്ധിക്കണം. എന്നിട്ടൊരു നോർമൽ വരച്ചു. ഈ സെപ്പറേറ്റ് ചെയ്യുന്ന ഈ സർഫസിന് കറക്റ്റ് പെർപെൻഡിക്കുലർ ആയിട്ട് ഒരു നോർമൽ വരച്ചു. നോർമലും ഇൻസിഡൻറ്റ് റേയും തമ്മിലുണ്ടാക്കുന്ന ആംഗിളാണ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ്. നോർമലും റിഫ്രാക്റ്റഡ് റേയും തമ്മിലുള്ള ആംഗിളാണ് ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ. ഓക്കെ, അപ്പോൾ റയറർ മീഡിയത്തിൽ നിന്നാണ് ഡെൻസർ മീഡിയത്തിലേക്ക് ലൈറ്റ് വരുന്നത് എന്നുണ്ടെങ്കിൽ എങ്ങോട്ടായിരിക്കും ബെൻഡിങ് ഉണ്ടാവുക? അത് എപ്പോഴും നോർമലിൻ്റെ അടുത്തേക്കായിരിക്കും, ടുവേർഡ്സ് ദ നോർമലായിരിക്കും ബെൻഡിങ് സംഭവിക്കുക. എന്നാൽ തിരിച്ച് ഇതേ കാര്യം തന്നെയാണ് ഞാനിവിടെ വരച്ചിരിക്കുന്നത്. ആകെ ഒരു ചെറിയ മാറ്റമുള്ളൂ. വരുന്നത് ഡെൻസർ മീഡിയത്തിൽ നിന്നും പോകുന്നത് റയറർ മീഡിയത്തിലേക്കാണ്. ഡെൻസർ മീഡിയത്തിൽ നിന്ന് വന്ന് റയറർ മീഡിയത്തിലേക്കാണ് ലൈറ്റ് ട്രാവൽ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ ബെൻഡിങ് എങ്ങോട്ടായിരിക്കും? അവേ ഫ്രം ദ നോർമൽ ആയിരിക്കും. അപ്പോൾ നിങ്ങൾ വരയ്ക്കുമ്പോൾ ഈ നോർമലിന് കുറച്ച് അകത്തി വരയ്ക്കുക. ഈ ഇൻസിഡൻറ്റ് റേക്ക് നേരെ വരയ്ക്കരുത്, കുറച്ച് ചിരിക്കണം. കുറച്ചൊരു ബെൻഡിങ് നമുക്ക് ഫീൽ ചെയ്യണം കാണുമ്പോൾ തന്നെ. അതെന്നാൽ നോർമലിൽ നിന്ന് അവേ ഫ്രം ദ നോർമൽ ആയിരിക്കണം, നോർമലിൽ നിന്ന് അകന്നായിരിക്കണം വരയ്ക്കേണ്ടത്. അത് നമ്മുടെ മെമ്മറിയിൽ ഉണ്ടാവണം. അപ്പോൾ ബെൻഡിങ് സംഭവിക്കും. ഒരു മീഡിയത്തിൽ നിന്ന് വേറൊരു മീഡിയത്തിലേക്ക് ലൈറ്റ് ട്രാവൽ ചെയ്യുമ്പോൾ ലൈറ്റിൻ്റെ പാത്തിന് ഡീവിയേഷൻ സംഭവിക്കും. അത് തന്നെ രണ്ട് തരത്തിൽ സംഭവിക്കാം. വരുന്ന മീഡിയം ഏതാണോ അല്ലെങ്കിൽ പോകുന്നത് ഏത് മീഡിയത്തിലേക്കാണോ എന്നതിനനുസരിച്ച് ചിലപ്പോൾ ബെൻഡിങ് ടുവേർഡ്സ് ദ നോർമലും അല്ലെങ്കിൽ ബെൻഡിങ് അവേ ഫ്രം ദ നോർമലും വരാം. അപ്പോൾ ഓർത്ത് വയ്ക്കുക, റയറർ മീഡിയത്തിൽ നിന്ന് ഡെൻസർ മീഡിയത്തിലേക്ക് വരുമ്പോൾ ടുവേർഡ്സ് ദ നോർമലും, തിരിച്ച് ഡെൻസർ മീഡിയത്തിൽ നിന്ന് റയറർ മീഡിയത്തിലേക്ക് വരുമ്പോൾ അവേ ഫ്രം ദ നോർമലും ആയിരിക്കും ബെൻഡിങ് ഉണ്ടാവുക. അതൊന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മൾ ഇവിടെ ഇത് പറഞ്ഞു. ഇനി നമ്മൾ ലോ ഓഫ് റിഫ്ലക്ഷൻ പഠിച്ച പോലെ തന്നെ ലോ ഓഫ് റിഫ്രാക്ഷനും നമുക്ക് പറയാം. ലോ ഓഫ് റിഫ്രാക്ഷൻ വളരെ സിമ്പിളാണ്. ഇൻസിഡൻറ്റ് റേ, നോർമൽ, റിഫ്രാക്റ്റഡ് റേ, ഈ മൂന്നും ഒരേ പ്ലെയിനിൽ തന്നെയാണ് ഉള്ളത്. നമ്മൾ അവിടെ പറഞ്ഞ അതേ കാര്യം തന്നെയാണ്. അവിടെ റിഫ്ലക്റ്റഡ് റേന്ന് യൂസ് ചെയ്ത സ്ഥലത്ത് ഇവിടെ എന്ത് യൂസ് ചെയ്യണം? റിഫ്രാക്റ്റഡ് റേന്ന് യൂസ് ചെയ്യണം, അത്രയേ ഉള്ളൂ.
അപ്പോൾ ഫസ്റ്റ് പോയിന്റ് വളരെ ഈസിയാണ്. ഇൻസിഡൻറ്റ് റേ, നോർമൽ ആൻഡ് റിഫ്രാക്റ്റഡ് റേ, 3 of them are in സെയിം പ്ലെയിൻ. 3 പേരും ഒരേ പ്ലെയിനിൽ തന്നെയാണ്. ഇനി ഒരു കാര്യം കൂടിയുണ്ട്, അത് നിങ്ങൾക്കൊരു പുതിയ അറിവായിരിക്കും. രണ്ടാമത്തെ ആ ലോ ഓഫ് റിഫ്രാക്ഷനിലെ രണ്ടാമത്തെ പോയിന്റ് ആണ് sin I by sin R equal to a constant. ഇതിനൊരു സെന്റൻസ് ആയിട്ട് പറയുമ്പോൾ ഇങ്ങനെയാ പറയാ, the ratio of sin of angle of incidence to sin of angle of refraction is a constant. ഈ രണ്ടാമത്തെ ഈ പോയിന്റിനെ പറയുന്ന പേരാണ് സ്നെൽസ് ലോ. ഒരു സയന്റിസ്റ്റിന്റെ പേരാണ് സ്നെൽസ് ലോ. അപ്പൊ സ്നെൽസ് ലോ എന്താണെന്ന് വെച്ചാൽ sin I by sin R equal to a constant. എന്താണ് sin I, എന്താണ് sin R? ആംഗിൾ ആണ്. ഇൻസിഡന്റ് റേയും റിഫ്രാക്റ്റഡ് റേയും തമ്മിലുള്ള ആംഗിൾ, അവരുടെ റേഷ്യോ എന്ന് പറയുന്നത് ഇപ്പോഴും എന്തായിരിക്കും പറയുന്നത്, കോൺസ്റ്റന്റ് ആയിരിക്കും. അങ്ങനെ പറഞ്ഞ ആ ലോക്ക് പറയുന്ന പേരാണ് സ്നെൽസ് ലോ. sin I by sin R equal to a constant. അപ്പോൾ നമ്മൾ ലോ ഓഫ് റിഫ്രാക്ഷൻ ചോദിക്കുമ്പോൾ ഫസ്റ്റത്തെ പോയിന്റ് ഇൻസിഡന്റ് റേ, നോർമൽ ആൻഡ് റിഫ്രാക്റ്റഡ് റേ ലൈസ് ഇൻ സെയിം പ്ലെയിൻ. സെക്കൻഡ് പോയിന്റ് എന്താണ്, ദ റേഷ്യോ ഓഫ് സൈൻ ഓഫ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ടു സൈൻ ഓഫ് ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ ഈസ് എ കോൺസ്റ്റന്റ്. ദിസ് ലോ ഈസ് നോൺ ആസ് സ്നെൽസ് ലോ. ഈ ലോയെ പറയുന്നതാണ് സ്നെൽസ് ലോ എന്ന് പറയുന്നത്. ഈ കോൺസ്റ്റന്റ് എന്ന് പറയുന്ന ആളെ നമ്മളൊരു പേര് പറയും. N എന്ന് പറയുന്ന ലെറ്റർ കൊണ്ടാണ് റെപ്രസെന്റ് ചെയ്യുക. എന്ന് പറയുന്നത് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. എന്ന് പറയുന്ന ആരാ, റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. എന്താണ് ഈ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് പറയുന്നത്? നമ്മളിപ്പോൾ തന്നെ പറഞ്ഞു, ഓരോ മീഡിയത്തിലും ലൈറ്റിന്റെ വെലോസിറ്റി എന്ന് പറയുന്നത് ഡിഫറെൻ്റ് ആണെന്ന് പറഞ്ഞു. ആ രണ്ട് മീഡിയത്തിന്റെ വെലോസിറ്റീസ് നമ്മുടെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ റേഷ്യോനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് പറയുന്നത്. അപ്പോൾ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല, നമ്മൾ എടുക്കുന്ന ആ രണ്ട് മീഡിയത്തിൽ ആ ലൈറ്റിൻ്റെ വെലോസിറ്റി എന്താണോ ആ രണ്ട് വെലോസിറ്റികളുടെ റേഷ്യോനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് പറയുന്നത്. ഇനി അബ്സല്യൂട്ട് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. അബ്സല്യൂട്ട് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് അത് കാണാനുള്ള ഇക്വേഷനാണ്. n എന്ന് പറഞ്ഞ ലെറ്റർ കൊണ്ടാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. സപ്പോസ് ഒരു മീഡിയം എയറും വേറൊരു മീഡിയം വാട്ടറുമാണെന്ന് വിചാരിച്ചോ. അപ്പോൾ അബ്സല്യൂട്ട് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കാണാനുള്ള ഇക്വേഷൻ C/V ആണ്. C എന്ന് പറയുന്നത് എപ്പോഴും ലൈറ്റിന്റെ വെലോസിറ്റി തന്നെയാണ് സിയും വിയും. പക്ഷെ C എന്ന് പറയുന്നത് എന്താണ്, വാക്വത്തിലുള്ള ലൈറ്റിന്റെ വെലോസിറ്റിയാണ് C. പിന്നെ നമ്മൾ ഏത് മീഡിയം ആണോ രണ്ടാമത്തെ മീഡിയം എടുക്കുന്നത് അതിന്റെ വെലോസിറ്റിയാണ്, ആ മീഡിയത്തിലുള്ള ലൈറ്റിന്റെ വെലോസിറ്റിയാണ് V കൊണ്ട് റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പോൾ അബ്സല്യൂട്ട് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ C/V ആണ്. അതൊന്ന് ഓർത്ത് വയ്ക്കുക. അപ്പോൾ സെക്കൻഡ് പോയിന്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സ്നെൽസ് ലോ എന്ന് പറയുന്നത് sin I by sin R equal to a constant. ആ കോൺസ്റ്റന്റ് എന്ന് പറയുന്നത് എന്താണ്, റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആണ്. അതിനെയാണ് നമ്മൾ സ്നെൽസ് ലോ എന്ന് പറയാം. അബ്സല്യൂട്ട് റിഫ്രാക്റ്റീവ് ഇൻഡെക്സിന്റെ ഇക്വേഷൻ എന്താണ്, n equal to C/V. C എന്ന് പറയുന്നത് ലൈറ്റിന്റെ വാക്വത്തിലുള്ള വെലോസിറ്റി, V എന്ന് പറയുന്നത് ലൈറ്റിന്റെ മീഡിയത്തിലുള്ള വെലോസിറ്റി. ഏതാണോ നമ്മൾ മീഡിയം ആയിട്ട് ചൂസ് ചെയ്യുന്നത് ആ മീഡിയത്തിലുള്ള വെലോസിറ്റിയാണ് V. അപ്പോൾ n ആണെന്ന് പറഞ്ഞു. ഇനി നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ എഴുതാം, n21 എഴുതാം. n21 എഴുതി കഴിഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത്, n21 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് സെക്കൻഡ് മീഡിയം വിത്ത് റെസ്പെക്ട് ടു ഫസ്റ്റ് മീഡിയം. അതെങ്ങനെയാണ് നമ്മൾ റീഡ് ചെയ്യുക, റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് സെക്കൻഡ് മീഡിയം വിത്ത് റെസ്പെക്ട് ടു ഫസ്റ്റ് മീഡിയം. നമ്മൾ റേഷ്യോ ആയിട്ട് എഴുതണമെങ്കിൽ n2/n1 എഴുതാം. അല്ലെങ്കിൽ തിരിച്ചാണ് എഴുതണമെന്നുണ്ടെങ്കിലോ n12 എന്ന് എഴുതണമെന്നുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെ റീഡ് ചെയ്യും, റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ഫസ്റ്റ് മീഡിയം വിത്ത് റെസ്പെക്ട് ടു റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് സെക്കൻഡ് മീഡിയം, n1/n2. ഓക്കെ, ഇത് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് സെക്കൻഡ് മീഡിയം വിത്ത് റെസ്പെക്ട് ടു ഫസ്റ്റ് മീഡിയം. ഇത് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ഫസ്റ്റ് മീഡിയം വിത്ത് റെസ്പെക്ട് ടു സെക്കൻഡ് മീഡിയം. ഇത് ആദ്യം എഴുതുന്നത് n21 എഴുതി കഴിഞ്ഞാൽ n2/n1 എഴുതണം, n12 എന്ന് എഴുതി കഴിഞ്ഞാൽ n1/n2 എഴുതണം. അപ്പോൾ നമ്മൾ n21 ഈക്വൽ ടു n2/n1 എഴുതി. ഇനി നമുക്ക് ഇതിനെ വെലോസിറ്റിയുടെ ടേംസിൽ എഴുതണം എന്നുണ്ടെങ്കിൽ
ഈ ഇക്വേഷൻ നമ്മുടെ അബ്സല്യൂട്ട് റിഫ്രാക്റ്റീവ് ഇൻഡെക്സിന്റെ ഇക്വേഷൻ യൂസ് ചെയ്യും. n എന്ന് പറയുന്നത് c/v ആണെന്നുണ്ടെങ്കിൽ n2 എന്ന് പറയുന്നത് എങ്ങനെ എഴുതാം? c/v2 എന്ന് എഴുതാം. സിക്ക് വ്യത്യാസമൊന്നുമില്ല. വാക്കത്തിലുള്ള ലൈറ്റിന്റെ വെലോസിറ്റി എന്ന് പറയുന്നത് എപ്പോഴും കോൺസ്റ്റന്റ് ആയിരിക്കും. അപ്പോൾ n2ന്റെ പ്ലേസിൽ എന്ത് നമുക്ക് എഴുതാം? c/v2 എന്ന് എഴുതാം. c/v2 ബൈ n1ന്റെ പ്ലേസിൽ എന്ത് എഴുതാം? c/v1. ഇത് നമുക്ക് റെസിപ്രോക്കൽ എടുത്തിട്ട് c/v2 ഇൻറ്റു ആയിട്ട് എഴുതാം. മൾട്ടിപ്ലിക്കേഷൻ ആയിട്ട് എഴുതുമ്പോൾ ഇതിൻ്റെ റെസിപ്രോക്കൽ എഴുതിയാൽ മതി. v1/c. c കട്ട് ചെയ്ത് പോയി. ബാലൻസ് എന്ത് വന്നു? v1/v2 എന്ന് വന്നു. അപ്പോൾ n21 എന്ന് വെച്ച് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ വെലോസിറ്റിയുടെ ടേംസിൽ വരുമ്പോൾ v1/v2 എന്ന് വരും. അപ്പോൾ ഇത് ചെയ്യാണ്ട് നമുക്ക് പറയാൻ പറ്റുമല്ലോ, n12 എന്ന് പറയുന്നപ്പോൾ എന്ത് വരും? v2/v1 എന്ന് വരും. ഇന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടി പറഞ്ഞതാണ്. ചിലപ്പോൾ പ്രോബ്ലം ഒക്കെ ചോദിക്കുമ്പോൾ നമുക്ക് അങ്ങനെ അറിയണം, അതുകൊണ്ടാണ് അത് പറഞ്ഞത്. അപ്പോൾ അതൊന്ന് ചെയ്ത് നോക്കാം. ആദ്യം കാണുമ്പോൾ എന്തൊക്കെ എഴുതണമെന്ന് തോന്നും, v1/v2 എന്നൊക്കെ ഒരു കൺഫ്യൂഷൻ ആയിട്ട് തോന്നും. അപ്പോൾ ഒന്ന് നോക്കിയാൽ മതി, ശ്രദ്ധിച്ചൊന്ന് നോക്കിയാൽ മതി. ഇനി നമുക്ക് പറയാനുള്ളത് റിഫ്രാക്റ്റീവ് ഇൻഡെക്സിന്റെ കാര്യം പറഞ്ഞു. ഇനി നമുക്ക് പറയാനുള്ളത് ലെൻസുകളുടെ കാര്യമാണ്. ഈ റിഫ്രാക്ഷൻ നടക്കണം എന്നുണ്ടെങ്കിൽ റിഫ്ലക്ഷൻ നടക്കുന്നതൊക്കെ മിററുകളിലാണ്. നമ്മളവിടെ മിററുകളൊക്കെ പറഞ്ഞു, പ്ലെയിൻ മിറർ, കോൺകേവ് മിറർ, കോൺവെക്സ് മിററിന്റെ കാര്യമൊക്കെ പറഞ്ഞു. റിഫ്രാക്ഷൻ നടക്കുന്നത് ലെൻസുകളിലാണ്. ആ ലെൻസിനെ തന്നെ നമ്മൾ രണ്ടായിട്ട് പറയും, കോൺവെക്സ് ലെൻസ്, കോൺകേവ് ലെൻസ്. അതിൻ്റെ സർഫസ് എങ്ങനെയാണോ അതിനെ ബേസ് ചെയ്തിട്ടാണ് കോൺവെക്സ് അല്ലെങ്കിൽ കോൺകേവ് എന്ന് നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നത്. ഇപ്പോൾ ഞാൻ കോൺവെക്സിൻ്റെ പിക്ചറാണ് ഈ വരച്ചിരിക്കുന്നത്. രണ്ടും പുറത്തേക്ക് ഇങ്ങനെ തള്ളി നിൽക്കുന്ന രീതിയിലാണ് സർഫസ് എന്നുണ്ടെങ്കിൽ അതിനെ കോൺവെക്സ് ലെൻസ് എന്ന് പറയും. ഉള്ളിലേക്ക് ആണ് ആ സർഫസ് എന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ കോൺകേവ് ലെൻസ് എന്ന് പറയും. അപ്പോൾ രണ്ട് ലെൻസുകളുണ്ട്, കോൺവെക്സ് ലെൻസ്, കോൺകേവ് ലെൻസ്. നമ്മൾ മിറർ പറഞ്ഞപ്പോൾ കോൺവെക്സ് മിറർ, കോൺകേവ് മിറർ പറഞ്ഞു. അതുപോലെ തന്നെ ലെൻസിലും കോൺവെക്സ് ലെൻസും കോൺകേവ് ലെൻസും ഉണ്ട്. അപ്പോൾ ആദ്യം തന്നെ അതിൻ്റെ കാര്യങ്ങൾ, ഇതിലും സെൻറ്റർ ഓഫ് കർവേച്ചർ ഉണ്ടാവും, ഫോക്കസ് ഉണ്ടാവും, പ്രിൻസിപ്പൽ ആക്സിസ് ഉണ്ടാവും, എല്ലാ കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ ഒരു ചെറിയ വ്യത്യാസമുണ്ട്. നമ്മളൊരു പോൾ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പറഞ്ഞിരുന്നത്, ഒരു മിററിൻ്റെ സെൻറ്റർ പോർഷന്, സെൻറ്റർ പാർട്ടിനെയാണ് നമ്മൾ എന്താ പറയുക? പോൾ എന്ന് പറയുക. അതുപോലെ ഈ ലെൻസിൻ്റെ സെൻറ്റർ ഭാഗത്തിന്, അതിൻ്റെ നടുഭാഗത്തിനെയാണ് നമ്മൾ ഒപ്റ്റിക്കൽ സെൻറ്റർ എന്ന് പറയുക. ഇവിടെ പോൾ എന്നല്ല പറയുക, ഒപ്റ്റിക്കൽ സെൻറ്റർ. അത് മാത്രമേ വ്യത്യാസമുള്ളൂ, ബാക്കിയെല്ലാം സെയിം തന്നെയാണ്, ഒപ്റ്റിക്കൽ സെൻറ്റർ. ഒരു മിററിൻ്റെ സെൻറ്ററിനെ നമ്മൾ പോൾ എന്ന് പറഞ്ഞതുപോലെ ഒരു ലെൻസിൻ്റെ സെൻറ്ററിനെ നമ്മൾ ഒപ്റ്റിക്കൽ സെൻറ്റർ എന്ന് പറയുക. ഇവിടെ ഈ കോൺവെക്സ് ലെൻസിൻ്റെ ഒപ്റ്റിക്കൽ സെൻറ്റർ, ഇത് കോൺകേവിറ്റി ആയ അതിൻ്റെ സെൻറ്റർ പോർഷൻ, അതിനെയാണ് നമ്മൾ ഒപ്റ്റിക്കൽ സെൻറ്റർ എന്ന് പറയുക. പിന്നെ ഇതിന് രണ്ട് സർഫസ് ഉണ്ടെന്ന് പറഞ്ഞു. ഇപ്പം ഈ ഒരു സർഫസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതൊരു സ്ഫിയറിൻ്റെ ഒരു പകുതി പോർഷനാണ്. ആ സ്ഫിയർ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ സെൻറ്റർ എവിടെയാണോ അതിനെയാണ് നമ്മൾ സെൻറ്റർ ഓഫ് കർവേച്ചർ എന്ന് പറയുക. ഈ സെൻറ്റർ ഓഫ് കർവേച്ചറിനും ഒപ്റ്റിക്കൽ സെൻറ്ററിനും കറക്റ്റ് നടുവിലുള്ള ഭാഗത്തിനെയാണ് നമ്മൾ ഫോക്കസ് എന്ന് പറയുക. അപ്പോൾ ഈ സൈഡിൻ്റെ ഫോക്കസും സെൻറ്റർ ഓഫ് കർവേച്ചറും നമുക്ക് കിട്ടി. ഇനി അതുപോലെ തന്നെ ഈ സർഫസിനും ഉണ്ടാവില്ല, ഇപ്പുറത്തേക്ക് തള്ളി നിൽക്കുന്ന ആ സർഫസിനും ഉണ്ടാവില്ലേ? ആ സർഫസിൻ്റെ എങ്ങനെ കിട്ടുക? ആ സർഫസ് കംപ്ലീറ്റ് ചെയ്താൽ അതിൻ്റെ സെൻറ്റർ എവിടെയാണോ അതാണ് അതിൻ്റെ സെൻറ്റർ ഓഫ് കർവേച്ചർ. ആ സെൻറ്റർ ഓഫ് കർവേച്ചറിനും ഒപ്റ്റിക്കൽ സെൻറ്ററിനും കറക്റ്റ് നടുവിലുള്ള ആ പോയിന്റാണ് ഫോക്കസ്. അപ്പോൾ എന്താണ് ഇവിടുത്തെ പ്രത്യേകത? ഒരു ലെൻസ് എന്ന് പറഞ്ഞാൽ രണ്ട് ഭാഗങ്ങളുണ്ട്. അപ്പോൾ ഓരോ ഭാഗത്തിനും സെൻറ്റർ ഓഫ് കർവേച്ചറും ഫോക്കസും ഉണ്ടാവും. അപ്പോൾ മൊത്തം എത്ര ഫോക്കസ് ഉണ്ടാവും? ഈ ഭാഗത്തൊരു ഫോക്കസ് ഉണ്ടാവും, ഈ ഭാഗത്തൊരു ഫോക്കസ് ഉണ്ടാവും, ഇവിടെ ഒരു സെൻറ്റർ ഓഫ് കർവേച്ചർ ഉണ്ടാവും, ഇവിടെ ഒരു സെൻറ്റർ ഓഫ് കർവേച്ചർ ഉണ്ടാവും. രണ്ട് സർഫസുകൾ കൂടി ചേർന്നതാണ് എന്ത്? ഒരു ലെൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ആ കാര്യം ഒന്ന് ശ്രദ്ധിക്കാം. ഇനി ഞാൻ ഈ റേസ് വരുന്നത് നമ്മൾ അവിടെ പഠിച്ച റൂളുകളില്ലേ, പാരലായിട്ട് വന്നു കഴിഞ്ഞാൽ ഫോക്കസിൽ കൂടെ പോകും, ഫോക്കസിലൂടെ വന്നു കഴിഞ്ഞാൽ പ്രിൻസിപ്പൽ ആക്സിസിന് പാരലായിട്ട് പോകും എന്ന് പറയുന്ന റൂളുകളൊക്കെ ഇവിടെയും ആപ്ലിക്കബിൾ ആണ്. അപ്പോൾ ഞാനിവിടെ ഒരു ഒബ്ജക്റ്റ് വെച്ചിട്ടുണ്ട്, ആ ഒബ്ജക്റ്റിൽ നിന്ന് രണ്ട് ഒബ്ജക്റ്റ് ഇമേജ് ഫോർമേഷന് രണ്ട് റൂളുകൾ അപ്ലൈ ചെയ്യണമെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഞാൻ പറയാണ്, പാരലായിട്ട് വന്ന് ഈ ലെൻസിലൂടെ കടന്നു എന്ന് വിചാരിച്ചോ, കടന്നു കഴിയുമ്പോൾ എന്ത് സംഭവിക്കും? അതിനൊരു ഡീവിയേഷൻ, അതിൻ്റെ പാത്തിനൊരു ഡീവിയേഷൻ സംഭവിക്കും. അപ്പോൾ പാരലായിട്ടാണ് വരുന്നതെന്നുണ്ടെങ്കിൽ ഡീവിയേഷന് ശേഷം, അതായത് റിഫ്രാക്ഷന് ശേഷം അത് ഏതിലൂടെ കടന്നു പോകും? ഫോക്കസിലൂടെ കടന്നു പോകും. അപ്പോൾ ഇവിടെ നിന്ന് വന്നു കഴിഞ്ഞാൽ ഏത് ഫോക്കസിലൂടെ പിന്നെ അതിന് കടന്നു പോകാൻ പറ്റുക? രണ്ടാമത്തെ ഫോക്കസിലൂടെ അത് കടന്നു പോകും. ഇപ്പുറത്തെ ഫോക്കസിലൂടെ അല്ല, മാറിപ്പോയത്, പാരലായിട്ട് വന്നു ഫോക്കസിലൂടെ കടന്നുപോയി. ഇനി ഈ ഫോക്കസിലൂടെ വരുന്നതെന്ന് വെച്ചോ, ആദ്യത്തെ ഭാഗത്തെ ഫോക്കസിലൂടെ വന്നു കഴിഞ്ഞാൽ ഇപ്പുറത്തെ ഭാഗത്ത് എങ്ങനെയാണ് റിഫ്രാക്ഷന് ശേഷം പോവാം? പ്രിൻസിപ്പൽ ആക്സിസിന് പാരലായിട്ട് പോകും.
ഓക്കെ. അപ്പോൾ ഈ രണ്ട് റേയും കൂട്ടിമുട്ടുന്ന ആ ഭാഗത്താണ് നമുക്ക് എന്ത് കിട്ടുക, ഇമേജ് കിട്ടുക. ആ ഇമേജ് എങ്ങനെയായിരിക്കും, ഇൻവേർട്ടഡ് ആയിരിക്കും. അതുപോലെ തന്നെ ഞാൻ ഇവിടെ കോൺകേവിൻ്റെയും കാണിച്ചിട്ടുണ്ട്. അവിടെ ഒരു ഒബ്ജക്റ്റ് വെച്ചു, ഒബ്ജക്റ്റ് വെച്ചിട്ട് പാരലായിട്ടൊരു റേ വന്നു. ആ റേ റിഫ്രാക്ഷന് ശേഷം എങ്ങനെ പോവാ, ബെൻഡ് ചെയ്ത് പോകും. ആ ബെൻഡ് ചെയ്ത് പോണ ആ റേ നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്ത് ബാക്കിലേക്ക് വരച്ചു കിട്ടാം. അപ്പോൾ നമ്മൾ ഇവിടെ വന്ന് മുട്ടി, ഫോക്കസിൽ വന്ന് മുട്ടി. അതുപോലെ വേറെ രണ്ട് റൂള് അപ്ലൈ ചെയ്യണമല്ലോ. ഒരു റൂൾ എന്ന് പറയുന്നത്, ഞാൻ ഒപ്റ്റിക്കൽ സെൻറ്ററിൽ കൂടെ കടന്നുപോയി, ഒപ്റ്റിക്കൽ സെൻറ്ററിലൂടെ കടന്നു പോയി കഴിഞ്ഞാൽ അതിൽ കൂടെ തന്നെ റീട്രേസ് ചെയ്യും. ആ രണ്ട് റേയും, നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്ത റേയും ഇപ്പോൾ പോയ റേയും കൂട്ടിമുട്ടുന്ന ആ ഭാഗത്ത് നിന്ന് ഞാൻ ചെറിയൊരു ഇമേജ് വരച്ചിട്ടുണ്ട്. കിട്ടുന്ന ഇമേജ് ചെറിയ ഇമേജ് ആയിരിക്കും. അപ്പോൾ ഇവിടെ ഓർക്കാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, കോൺവെക്സ് ലെൻസ് റിയൽ ഇമേജേ തരുള്ളൂ. അപ്പോൾ റിയൽ ഇമേജ് തരുന്ന ലെൻസ് ഏതാണ്, കോൺവെക്സ് ലെൻസ്. വിർച്വൽ ഇമേജ് തരുന്ന ലെൻസാണ് കോൺകേവ് ലെൻസ്. മിററിൽ എന്താണോ നമ്മൾ പഠിച്ചത് അതിൻ്റെ നേരെ തിരിച്ചാണ് ലെൻസിൽ വരുന്നത്. മിററിൽ റിയൽ ഇമേജ് തരുന്ന മിറർ ഏതായിരുന്നു, കോൺകേവ് മിററായിരുന്നു. എന്നാൽ ലെൻസിൽ റിയൽ ഇമേജ് തരുന്ന ലെൻസ് എന്ന് പറയുന്നത് കോൺവെക്സ് ലെൻസാണ്. അവിടെ റിയൽ തരുന്ന ആൾ ഇവിടെ വിർച്വൽ ഇമേജാണ് തരുന്നത്. അതൊന്ന് ഓർത്ത് വയ്ക്കാം.